ചായ കുടിക്കുമ്പോൾ നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ? എങ്കിൽ ഇത് നിങ്ങളെ വലിയ അപകടത്തിലേക്ക് എത്തിക്കും. ഓഫീസിൽ ജോലി ചെയ്താലും പുറം ജോലി ചെയ്താലും ജോലിക്കിടയിൽ മടുപ്പ് തോന്നാതിരിക്കാൻ പലരും ജോലിക്കിടയിൽ ഉന്മേഷം പകരാൻ ചായ ബ്രേക്ക് എടുക്കാറുണ്ട്. എന്നാൽ പലരും ഓഫീസിന് പുറത്തേക്ക് പോകുന്നു. കാരണം ചായ കുടിക്കുമ്പോൾ പുകവലിക്കുന്ന ശീലം പലർക്കുമുണ്ട്. ചായ കുടിക്കുമ്പോൾ പുകവലി നിങ്ങളുടെ സമ്മർദ്ദവും ക്ഷീണവും കുറയ്ക്കുമെങ്കിലും അത് നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ചായ കുടിക്കുന്നതിനോടൊപ്പം സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം രോഗങ്ങൾ വാങ്ങിവെക്കുകയാണ്. അതെ, ചായയുടെയും സിഗരറ്റിന്റെയും സംയോജനം ഹൃദ്രോഗത്തിനും മറ്റു പല രോഗങ്ങൾക്കും കാരണമാകും. ഒരു സിഗരറ്റിൽ 6 മുതൽ 12 മില്ലിഗ്രാം വരെ നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇവ ഹൃദയാരോഗ്യത്തിനും നല്ലതല്ല. പുകവലിക്കാർക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 2 മുതൽ 3 മടങ്ങ് കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നു. സിഗരറ്റിലെ നിക്കോട്ടിൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന ധമനികളിൽ സങ്കോചത്തിന് കാരണമാക്കുന്നു. തൽഫലമായി നിങ്ങളുടെ ഹൃദയത്തിന് ശുദ്ധമായ രക്തവിതരണം ലഭിക്കുന്നില്ല. ഇത് ഹൃദയാഘാത സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ചായയിൽ പോളിഫിനോൾസ് എന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ഹൃദയത്തിന് ആരോഗ്യകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ ചായയിൽ പാൽ കലർത്തുന്നത് അതിന്റെ നല്ല ഗുണങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. അതായത് പാലിലെ പ്രോട്ടീൻ ചായയിലെ പോളിഫിനോളുകളുടെ പ്രഭാവം കുറയ്ക്കുന്നു. ഈ കാരണത്താൽ നിങ്ങൾ ധാരാളം ചായ കുടിച്ചാൽ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും സാധ്യതയുണ്ട്. രണ്ടും ഹൃദയത്തിന് അപകടകരമാണ്. ഇനി ചായ കുടിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. അടുത്തിടെ നടന്ന ഒരു പഠനമനുസരിച്ച് ചായ കുടിക്കുമ്പോൾ നിങ്ങൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത 30% വർദ്ധിക്കുന്നു. ചായയിലെ വിഷാംശം സിഗരറ്റ് പുകയുമായി ചേർന്ന് ക്യാൻസർ പോലെയുള്ള അപകടകരമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതുകൊണ്ടാണ് ഒരു സാഹചര്യത്തിലും ചായയ്ക്കൊപ്പം സിഗരറ്റ് വലിക്കരുത് എന്ന് പറയുന്നത്. പൊതുവെ സിഗരറ്റ് വലിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് വായയിലെ ക്യാൻസർ, ശ്വാസകോശ അർബുദം, തൊണ്ടയിലെ ക്യാൻസർ എന്നിവയുടെ സാധ്യത വളരെ കൂടുതലാണ്. ചായയ്ക്കൊപ്പം സിഗരറ്റ് വലിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കൂടാതെ ചായയുടെയും സിഗരറ്റിന്റെയും സംയോജനം നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കും. പ്രത്യേകിച്ച് ഇത് നിങ്ങളുടെ കുടലിലും വയറിലും മോശം പ്രഭാവം ഉണ്ടാക്കുന്നു. ഇത് വയറുവേദന, അസിഡിറ്റി, ഗ്യാസ് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മറ്റൊന്ന്, സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും അത് വലിക്കുമ്പോൾ സുഖം തോന്നുന്നു. എന്നാൽ അത് അവരിൽ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുന്നു. അല്ലാത്ത പക്ഷം ചായയിലെ കഫീന്റെ അംശം ഉറക്കം വരുത്തും. ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ചായയിലും സിഗരറ്റിനുമുള്ള ആനിൻ പല്ലുകളെ കേടുവരുത്തും. അടിസ്ഥാനപരമായി ഇത് നിങ്ങളുടെ വെളുത്ത പല്ലുകളെ മഞ്ഞ കലർന്ന പച്ചയായി മാറ്റുന്നു. ഇത് പല്ലിന്റെ ബലം കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ സിഗരറ്റ് വലിക്കുന്നത് വായ്നാറ്റത്തിനും കാരണമാകും. പ്രത്യേകിച്ച് ഇത് നിങ്ങളുടെ വായിലെ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ചായ കുടിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. തുടർന്ന് പൂർണ്ണമായും നിർത്തുക. ഇതിനായി ചായ കുടിക്കരുത്. പകരം ചൂടുവെള്ളമോ ഹെർബൽ ടീയോ കുടിക്കുക. നിങ്ങളുടെ സിഗരറ്റ് ആസക്തിയിൽ നിന്ന് മുക്തി നേടാൻ കഴിയുമില്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. കൂടുതൽ ചായ കുടിക്കുന്നത് മൂത്രമൊഴിക്കാൻ കാരണമാകുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നിങ്ങളുടെ കിഡ്നിയെ ദോഷകരമായി ബാധിക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തെ നിർജ്ജലീകരണത്തിന് വിധേയമാക്കുന്നു. രണ്ടും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ മിക്കവരും ധാരാളം ചായ കുടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ ചെയ്യാം. എന്നാൽ ഈ ചായയും സിഗരറ്റും നിങ്ങളുടെ മൊത്തത്തിലുള്ള സമ്മർദ്ദം വളരെയധികം വർദ്ധിപ്പിക്കും. അതിനാൽ ഈ ശീലം ഒഴിവാക്കാൻ ശ്രമിക്കുക. Stay healthy. Follow for more.